നമസ്കാരം. പൊതുജനം കഴുതയല്ല എന്ന് അധികാരികളെ ഓർമ്മിപ്പിക്കാനും ജനങ്ങൾക്ക് ഓർക്കാനുമുള്ള ജനകീയ വാർത്താ നേരമാണ്. ജനകീയ വിഷയങ്ങൾ എന്നത്തെയും പോലെ ഇന്നുമുണ്ട് ഏറെ പറയാൻ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആരംഭിക്കാം പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF നൽകിയ 5 വാഗ്ദാനങ്ങളിൽ ഒന്ന്, 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്ന്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ആ വാഗ്ദാനം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് UDF സർക്കാർ. KSRTC ബസ്സുകളിൽ ജൂൺ 15 മുതൽ സൗജന്യ യാത്ര നടപ്പാക്കാൻ പോവുകയാണ്. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഈ പദ്ധതി. 100 ദിവസങ്ങൾക്ക് ശേഷം ദീർഘദൂര സർവീസുകളെ കുറിച്ച് ആലോചിക്കാനും തീരുമാനമുണ്ട്. അതേസമയം ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകുമോ എന്നത് പലർക്കും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അധിക ബാധ്യത സർക്കാർ എങ്ങനെ മറികടക്കും എന്നതിലും ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല. സ്വകാര്യ ബസ് വ്യവസായത്തെ പദ്ധതി തകർക്കുമെന്ന ആശങ്കയും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. എങ്ങനെയാകും സർക്കാരിന്റെ സൗജന്യ യാത്ര? തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളി തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. ഇനി മുതൽ KSRTC ബസ്സുകളിൽ നമ്മൾ സ്ത്രീകൾക്ക് സുവർണകാലമാണ്. പ്രിയദർശിനി എന്ന പേരിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാകുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഡബിൾ ബെൽ വീണിരിക്കുന്നത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ്. സൗജന്യമായി ദീർഘദൂര യാത്രകളൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് നിരാശയാണ് ഫലം. രണ്ടാം ഘട്ടമായി ദീർഘദൂര യാത്രാ പദ്ധതിയും നടപ്പിലാക്കാനും സർക്കാർ തലത്തിൽ ആലോചനയുണ്ട്. പ്രിയദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിൽ പ്രായമോ മറ്റു മാനദണ്ഡങ്ങളോ ഇല്ല. എല്ലാ സ്ത്രീകൾക്കും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ഇതുവഴി സാധാരണക്കാരായ KSRTC യാത്രക്കാർക്ക് ലാഭിക്കാനാവുക 1000 മുതൽ 2000 രൂപ വരെ. രണ്ടാം ഘട്ടമായി സിറ്റി, ഫാസ്റ്റ്, സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ സൗജന്യ യാത്ര കൊണ്ടുവരാനുള്ള ആലോചനകൾ നടത്തും. അതിനായി ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന 100 ദിവസങ്ങളിൽ KSRTC ലാഭത്തിലാകേണ്ടതുണ്ട്. പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ തീരുമാനം. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ KSRTCയുടെ വരുമാനം കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ പറ്റും എന്നാണ് സർക്കാർ കരുതുന്നത്. ഓർഡിനറിയിൽ മാത്രം നടപ്പിലാക്കുകയാണെങ്കിലും 60 കോടിയോളമാണ് അധിക ചെലവ്. പെൻഷൻ, ഇന്ധന ഇനത്തിൽ സർക്കാർ നൽകുന്ന 125 കോടിക്ക് പുറത്താണ് അധിക ബാധ്യത. എന്നാൽ KSRTC ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ഒരേ സ്വരത്തിൽ പറയുന്നു. ഏത് തീരുമാനം എടുത്താലും ഗവൺമെൻറ് അത് സബ്സിഡൈസ് ചെയ്യും. ഒരു നിശ്ചിത സമയം നോക്കുമ്പോൾ നമുക്കറിയാലോ, എക്സ്പേർട്ടുകൾക്ക് പോലെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയില്ലല്ലോ. ആശങ്ക KSRTCക്ക് വേണ്ട. തലസ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ സൗജന്യ യാത്ര ഏറെക്കുറെ ഗുണകരമാകുമെന്ന് പറയാം. പക്ഷേ മലബാറുകാർക്ക് ചെറുതല്ലാത്ത ആശങ്കയുണ്ട്. ഏറ്റവും കുറവ് KSRTC സർവീസുകളുള്ളത് മലബാറിൽ മലപ്പുറം ജില്ലയിലാണ്. അത് പദ്ധതിയെ കാര്യമായി തന്നെ ബാധിക്കും. നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ണൂരാണ്, കണ്ണൂരിൽ നിന്ന് വരുന്നത്. കണ്ണൂർ ഓർഡിനറി ബസ് കുറവാണ്, അവിടെ ലിമിറ്റഡ് സ്റ്റോപ്പാണ് കൂടുതൽ. അപ്പോൾ അതിലില്ല, നമ്മളെ ആശ്രയിക്കേണ്ടി വരിക പ്രൈവറ്റ് ബസ് തന്നെ ആയിരിക്കും. അവിടെ ബസ്സേ ഇല്ല, ഓർഡിനറി 2-3 അങ്ങനെയൊക്കെ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ കൂടുതൽ ബസ് കൊണ്ടുവരണം. കണ്ണൂരിലും മലബാറിൽ കൂടുതൽ KSRTC കൊണ്ടുവരണം. കൂടാതെ തിരഞ്ഞെടുപ്പ് കാലത്ത് തീർത്ഥാടനമടക്കമുള്ള സൗജന്യ ദീർഘദൂര യാത്രകൾ വാഗ്ദാനം ചെയ്ത സർക്കാർ പദ്ധതി ഓർഡിനറിയിലേക്ക് ചുരുക്കുന്നതിൽ പലർക്കും സമ്മിശ്ര അഭിപ്രായമുണ്ട്. അങ്ങനെയല്ല പറഞ്ഞത്, അതൊരു രീതിയിൽ നോക്കിയ ആളുകളെ പറ്റിക്കുന്നത് പോലെയല്ലേ. നമുക്ക് ഇലക്ഷൻ സമയത്ത് പറഞ്ഞിരുന്ന ഗ്യാരണ്ടിയിൽ ഇത്തരത്തിലുള്ള നിബന്ധനകളും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ദീർഘദൂരമൊന്നും അല്ലെങ്കിൽ കുറച്ച് ദൂരം പോകുന്ന സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് തന്ന പൈസയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലാതെ വീട്ടിൽ കഷ്ടപ്പെട്ടുന്നവരെ കൊണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഹെൽപ്പായിരിക്കും. കാരണം ഒത്തിരി പേര് ജോലിക്ക് പോകുന്നുണ്ട്, എന്നും വണ്ടിക്കൂലി എടുക്കാൻ പറ്റാത്ത വ്യക്തികളുമുണ്ട്. അപ്പോൾ അവർക്കൊരു കൈത്താങ്ങലായിട്ട് ഇത് തുടർന്ന് എന്നും അവർ പറഞ്ഞ വാഗ്ദാനം നിലനിൽക്കുകയാണെങ്കിൽ അതൊരു നല്ലത് തന്നെ. ഇതിനെല്ലാമിടയിൽ സ്വകാര്യ മേഖലകളിലെ പ്രതിസന്ധികളെക്കുറിച്ച് സർക്കാർ ചർച്ച ചെയ്തതേയില്ല എന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി T. ഗോപിനാഥൻ പറയുന്നു. ഈ നിമിഷം വരെ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ വിഷയങ്ങൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചോ പറയാൻ ഇതുവരെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. 10 രൂപ ഡീസലിൽ വിലയിൽ മാത്രം അധികം ഉള്ള ഒരു സാഹചര്യത്തിലാണ്
ഞങ്ങളിപ്പോൾ സർവീസ് നടത്തുന്നത്. ഞങ്ങൾ യാത്രാ നിരക്ക് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷയമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്ന് എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാനും വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരാവും. ടിക്കറ്റ് വരുമാനത്തിലൂടെ അധിക ബാധ്യത മറികടക്കാൻ കഴിയില്ലെന്ന് സർക്കാരിന് ഉറപ്പുണ്ട്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി പണം കണ്ടെത്താനുള്ള നീക്കവും നടക്കുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നതിനുള്ള പരിശീലനവും തുടർ നടപടികളും പൂർത്തീകരിക്കാനാണ് വകുപ്പ് തല നിർദ്ദേശം. ഒരു കാലത്ത് എങ്ങനെ പോയാലും നഷ്ടം മാത്രം ഉണ്ടാക്കിക്കൊടുത്ത ആനവണ്ടികളെ കുറിച്ച് ഓർമ്മയില്ലേ? അതിൽ നിന്നെല്ലാം കരകയറി വരുന്നതേയുള്ളൂ. ഈ അധിക ബാധ്യത സർക്കാർ എങ്ങനെ വഹിക്കുമെന്നോർക്കുമ്പോൾ തല പുകയുന്നുണ്ട്. തല പുകയേണ്ട ആവശ്യമില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു. കാത്തിരുന്നു കാണാം. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ശരി, മേഘന പറഞ്ഞതുപോലെ KSRTCയിലെ സൗജന്യ യാത്ര, അതിൽ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സൗജന്യ യാത്രയിൽ സ്ത്രീകൾക്ക് പക്ഷേ വലിയ പ്രതീക്ഷയുണ്ട്. സംസ്ഥാനത്തിന്റെ ക്ഷേമവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള സൗജന്യ യാത്രാ പദ്ധതി ആദ്യഘട്ടം തുടങ്ങുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കാം. ജൂൺ 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് അത് സൗജന്യ യാത്രയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്രയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയദർശിനി എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പദ്ധതിയിൽ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഓർഡിനറി ബസ്സുകളിലാണ്. നിരവധിയായിട്ടുള്ള സ്ത്രീകളൊക്കെ ഈ ബസ്സിലുണ്ട്. അതിനകത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു അവരുടെ ഈ പദ്ധതിയിൽ അതിൽ പ്രായഭേദമന്യെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കുറച്ചധികം ചേച്ചിമാരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും ഒക്കെയുണ്ട്. ഈ സൗജന്യ യാത്ര എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ല കാര്യം. ഈ പദ്ധതി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ല തീരുമാനം. ഒരുപാട് പേർക്ക്, ഒരുപാട് സ്ത്രീകൾക്ക് ഉപകാരപ്പെട്ടെ. എങ്ങനെയാ പദ്ധതി നോക്കി? എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എല്ലാവരും ഈക്വലാണ്. ഇപ്പോൾ ബസ്സിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോൾ KSRTC എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ട് പോകാനുള്ളൊരു ഇതല്ലേ. അപ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല അതിൽ. ശരി, സന്തോഷമാണ്. പക്ഷെ നിലനിന്ന് പോവോ? അതാണ് പ്രശ്നം. ഈ നഷ്ടം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഇപ്പം ജീവനക്കാർക്ക് തന്നെ കൊടുക്കാൻ പൈസ ഇല്ലെന്ന് പറയുന്നത്. അപ്പം പിന്നെ ഇത് നിലനിന്ന് പോകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്തായാലും പദ്ധതി എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. ചിലരൊക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആളുകളുമുണ്ട്. കൊച്ചിയിൽ നിന്നും ആൻമരിയ സനി, 24. ഒഫീഷ്യലായിട്ട് ഒരു നിർദ്ദേശം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാവുക. അത്രേ ഇന്നുണ്ടാവുകയാണെങ്കിൽ മാക്സിമം ഇന്നല്ലെങ്കിൽ നാളെ വരും. അങ്ങനെയാണ് ഇപ്പം അത് ജിയോ ഇറങ്ങുന്നത്. അങ്ങനെയാണ് മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊസീജിയറുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിയോ ആയിട്ട് ഇറങ്ങി വരാറുള്ളൂ. അത് നല്ലതല്ലേ? നല്ലതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. വയസ്സായ അമ്മമാരെ, ജോലിയുള്ള സ്ത്രീകളെ ഒഴിവാക്കുക മാക്സിമം. എന്ന് വെച്ചാൽ അവർക്കൊരു നഷ്ടം വരാത്ത രീതിയിൽ ചെയ്യുക. വയസ്സായ അമ്മമാർ, വയസ്സായ അച്ഛന്മാർ, പിന്നെ ഒട്ടും നിവൃത്തിയില്ലാത്ത സ്ത്രീകൾക്ക് അങ്ങനെ പോവാന്നുള്ള. ഒന്നും തന്നിട്ടില്ല, പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ. കിട്ടിയാൽ കൊള്ളാം, അത്രേ ഉള്ളൂ. അതിന് ഒരുപാട് ബാധ്യതകൾ ഗവൺമെന്റിന് വരും. യെസ്, ഒരു മിക്സഡ് റിയാക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളെല്ലാം അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. പക്ഷെ അപ്പോഴും തന്നെ വലിയ നഷ്ടം അത് സർക്കാരിന് ഉണ്ടാക്കുമോ ഈ പുതിയ പദ്ധതി എന്ന് ആശങ്കപ്പെടുന്നവരും അക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രേക്ഷകരും ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഇതാ രഘുനന്ദൻ പറയുന്നു, സൗജന്യം കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിന് ഒരു മാനദണ്ഡം വേണമായിരുന്നു. ഇത് കാരണം മറ്റുള്ള ക്ഷേമകാര്യങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യരുത് എന്നാണ് രഘുനന്ദനൻ തിരുമുല്ലവാരം, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, പറയുന്നത്. അങ്ങനെ പല അഭിപ്രായങ്ങൾ പൊന്തി വരുന്നുണ്ട്. എന്നാൽ സർക്കാർ പറയുന്നു നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ കഴിയും. ഇതൊരു കോൺഫിഡൻസ് ആണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കുള്ളത്. നോക്കാം അതെങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തായാലും ജൂൺ 15 ഈ പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ്. ഓർഡിനറി ബസ്സുകൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ഒരുപാട് സ്ത്രീകൾക്ക് അത് വലിയ ഗുണം ചെയ്യും. ദിവസേന എന്നോണം ഈ പറഞ്ഞ ജോലിക്കായി പോകുന്നവർക്ക് അല്ലെങ്കിൽ സാധാരണ വരുമാനം, ചെറിയ വരുമാനമൊക്കെ ഉള്ളവർക്ക് ഇത്തരത്തിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് മാറും എന്നാണ് സർക്കാരിൻ്റെയും കണക്കുകൂട്ടൽ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി നടത്തിയൊരു പ്രതികരണം, അത് ഈ വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ഒരുപാട് ചർച്ചയാവുകയും പിന്നീട് വിവാദമാകുകയൊക്കെ ചെയ്ത മുഖ്യമന്ത്രിയുടെ റിയാക്ഷൻസും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പറയാവുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്. ഈ ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം മാറുമോ എന്നുള്ളതാണ്. നമുക്കറിയാം നിലവിൽ ഏത് നിറമാണ്, ഒരു സിംഗിൾ നിറം മാത്രമേ പാടുള്ളൂ എന്ന നിയമം വന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്. ആ നിയമം അത് മാറുമോ എന്നാണ് ചോദ്യം. അന്തിമ തീരുമാനം ഇനി സർക്കാരിൻ്റെ കോർട്ടിലാണ്.
കോൺട്രാക്ട് ഗാരേജ് ബസ്സുകളുടെ കളർ കോഡ് മാറ്റുന്നത് സംബന്ധിച്ച ഫയൽ ഗതാഗത വകുപ്പിന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കൈമാറിയിരിക്കുകയാണ്. ഏകീകൃത നിറം മാറ്റണം എന്ന യോഗത്തിലെ തീരുമാനമാണ് സർക്കാരിന് അതോറിറ്റി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും റിനു ശ്രീധ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. വീണ്ടും മാറുമോ ടൂറിസ്റ്റ് ബസ്സുകൾ? പല നിറങ്ങൾ, പല ഡിസൈനുകൾ. അതിമനോഹരമായിരുന്നു ടൂറിസ്റ്റ് ബസ്സുകളിലെ യാത്ര. ആ യാത്ര ആസ്വദിക്കാത്തവർ ഉണ്ടാകില്ല. ഇനി ആ കാലം തിരിച്ചു വരുമോ എന്നതാണ് അറിയേണ്ടത്. രണ്ടായിരത്തി 2022 വടക്കാഞ്ചേരി ബസ് അപകടത്തിൽ 9 പേർ മരിക്കാനിടയായ സാഹചര്യത്തെ തുടർന്നാണ് സംസ്ഥാനത്തെ കോൺട്രാക്ടർ ഗാരേജ് ബസ്സുകളിൽ നിറം ഏകീകരിച്ചത്. എന്നാൽ ഇതിനെതിരെ വ്യാപക പ്രതിഷേധം അന്നു മുതൽ ഉയർന്നു. പ്രതിഷേധങ്ങൾ ശക്തമായെങ്കിലും അധികൃതർ അതൊന്നും ചെവിക്കൊണ്ടില്ല. ബസ്സിൽ ഉപയോഗിച്ചിരുന്ന സിനിമാ താരങ്ങളുടെ വമ്പൻ ചിത്രങ്ങൾ, വലിയ ഗ്രാഫിക്സുകൾ, ഇതെല്ലാം തന്നെ ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിക്കും, വലിയ അപകടത്തിലേക്ക് വഴിവെക്കും. ഇതായിരുന്നു നിറങ്ങൾ ഏകീകരിക്കാനുള്ള കാരണം. തെരഞ്ഞെടുപ്പിന് മുമ്പേ ചേർന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ നിറം മാറ്റാമെന്ന് തീരുമാനമെടുത്തെങ്കിലും ഫയൽ സർക്കാരിലേക്ക് സമർപ്പിച്ചിരുന്നില്ല. വാഹനത്തിന്റെ നിറവും റോഡ് സുരക്ഷയും സംബന്ധിച്ച് ശാസ്ത്രീയ തെളിവില്ല. അതിനാൽ നിറം മാറ്റം നടത്താമെന്നാണ് STA തീരുമാനം. കളർ കോഡ് മാറ്റുന്നതിന് പ്രശ്നമില്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ 3000 പേരെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് കളർ കോഡ് മാറ്റുന്നതിൽ വിഷയമില്ല, കളർ അടിക്കാം എന്നുള്ളൊരു തീരുമാനമാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ബോർഡിൽ തീരുമാനിച്ചത്. അതുപ്രകാരം ഹൈക്കോടതിയുടെ നിരീക്ഷണം കിടക്കുന്നതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ ചില അമെൻമെൻറ്റുകൾ ആവശ്യമാണെന്ന് നിയമോപദേശം ലഭിച്ചതിൻ്റെ പേരിൽ ഫയൽ റൂൾസ് അമെൻമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിലേക്ക് അയക്കുകയാണ്. ബസ്സുകളുടെ നിറം റോഡുകളിൽ അപകടമുണ്ടാക്കില്ലെന്ന നിരീക്ഷണത്തോടെയാണ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സർക്കാരിലേക്ക് ഫയൽ കൈമാറിയിരിക്കുന്നത്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഇനി സർക്കാരാണ്. നിലവിൽ കോടതി വരെ ഇടപെട്ട വിഷയമാണ്. നിയമ ഭേദഗതി വരുത്തേണ്ടത് സർക്കാരും. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കളർ മാറ്റാമെന്ന് തീരുമാനമെടുത്തെങ്കിലും അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് സർക്കാരാണ്. ഇപ്പോൾ ഓൾ ഇന്ത്യ വണ്ടി വന്നപ്പോഴത്തേക്ക് ഓൾ ഇന്ത്യ വണ്ടി കളർ ചെയ്യാൻ പറ്റും, ഇത് കോൺട്രാക്ട് ഗാരേജ് പറ്റത്തില്ല എന്നൊരു വന്നപ്പോഴത്തേക്ക് 2 കാറ്റഗറി ആയിപ്പോയി. ഇപ്പോൾ എല്ലാവർക്കും കളർ ചെയ്യാൻ നമുക്ക് സന്തോഷം തന്നെയാണ്. കളർ മാറ്റണമെന്ന തീരുമാനം സർക്കാർ കൈക്കൊണ്ടാലും ബസ് ഉടമകളുടെ നടുവൊടിയും. ലക്ഷങ്ങളായിരിക്കും ഫീസ് ഇനത്തിൽ നൽകേണ്ടി വരിക. ടാക്സും കാര്യങ്ങളെല്ലാം ഈ നാട്ടിലെ ബാക്കിയുള്ള വാഹനങ്ങൾ അടയ്ക്കുമ്പോൾ അതേ സെയിം രീതിക്കാണ് നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് മാത്രം കളർ ചെയ്യാൻ വേണ്ടി വീണ്ടും അതിലേക്ക് ഒരു 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരു അധിക ബാധ്യതയില്ല. ഓൾറെഡി പെയിൻറ്റ് ചെയ്യാൻ 1.5-1.5 രൂപ പെയിൻറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരു അധിക ബാധ്യത തന്നെയല്ലേ, അത് ഒഴിവാക്കണം. കോൺട്രാക്ടർ ഗാരേജ് ബസ്സുകളിലെ നിറം ഏകീകരിച്ചതുമൂലം സംസ്ഥാനത്ത് അപകടങ്ങൾ കുറഞ്ഞുവെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഈ വിലയിരുത്തൽ മറികടന്ന സർക്കാർ കളർ മാറ്റത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ശ്രീനു പറഞ്ഞതുപോലെ ഇപ്പോൾ സർക്കാരാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും ആ റിപ്പോർട്ട് ഇപ്പോൾ, ആ ഒരു ശുപാർശ അതിപ്പോൾ സർക്കാരിന് മുന്നിലുണ്ട്. എന്താണ് അന്തിമമായി സർക്കാർ എടുക്കുന്ന തീരുമാനം എന്ന് കാത്തിരുന്ന് കാണാം. ഇതിൽ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് എല്ലാം സ്ഥിരമായി ഒരു കളർ നിർബന്ധമാക്കൂ, ഭരണം മാറുമ്പോൾ വീണ്ടും എന്തിന് നിറം മാറ്റണം എന്ന ചോദ്യം ചോദിക്കുന്നു രവികുമാർ PB. അതോടൊപ്പം ബസ്സുകൾക്ക് ഒരു യൂണിഫോമിറ്റി കളർ ഇല്ലെങ്കിലും വരുന്നത് നല്ല തന്നെയാണ് എന്നൊരു അഭിപ്രായം മറ്റൊരാൾ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങൾ മാറി മാറി പറയുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഗോകുൽ K വേണുഗോപാൽ പങ്കുവെക്കുന്നു മലപ്പുറത്തുനിന്ന്. അവിടെ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീക്ക് പരിക്കേറ്റു എന്നൊരു വാർത്തയാണ്. മലപ്പുറം കരുളായി ശങ്കരൻകോട് പ്ലാന്റേഷനിലാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്. കരുളായി സ്വദേശി സൈനബയ്ക്കാണ് പരുക്കേറ്റത്. വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മലപ്പുറത്ത് കാട്ടാനാക്രമണം ഉണ്ടായി എന്ന വാർത്ത കൂടി വരുന്നത്. ഒരു സ്ത്രീക്കാണ് പരുക്കേറ്റത്. സൈനബയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വനമേഖലയിൽ തേക്ക് തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന ജോലിക്കിടെയാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് വലിയ ഭീതിയാവുകയാണ് വന്യജീവികളുടെ ആക്രമണം. പ്രത്യേകിച്ചും കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 ആഴ്ചക്കിടെ 3 മരണം സ്ഥിരീകരിച്ചു എന്ന വാർത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ആ രീതിയിൽ ഇടുക്കിയിലും വയനാട്ടിലും എല്ലാം
ഇതാ മലപ്പുറത്തുമെല്ലാം കാട്ടാന ആക്രമണം പതിവാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. അതിൽ വലിയ ഭീതിയോടെയാണ് ജനങ്ങൾ കഴിയുന്നത് എന്നുകൂടി ഓർക്കുക. മലപ്പുറത്താണ് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടാണത്. മലപ്പുറം കരുളായി ശങ്കരൻകോട് പ്ലാന്റേഷനിലാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് അവിടെ പരിക്കേറ്റത്. മാത്രമല്ല സൈനബ എന്ന സ്ത്രീ അവിടെ വനമേഖലയിൽ തേക്കിൻ തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന ജോലി ചെയ്യുമ്പോഴാണ് ഈ കാട്ടാനെ ആക്രമിച്ചത് എന്നുകൂടി അറിയുന്നു. ഗോകുൽ കെ വേണുഗോപാൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, മലപ്പുറത്ത് കാട്ടാന ആക്രമണം, അതിൽ സൈനബ എന്ന സ്ത്രീക്ക് പരിക്കേറ്റു. അവരുടെ ആരോഗ്യസ്ഥിതി എന്താണിപ്പോൾ? ഇന്ന് രാവിലെ 8:30യോടെയാണ് സംഭവം. കരുളായി വനത്തിനുള്ളിലെ വനംവകുപ്പിന്റെ ഒരു പുതിയ പ്ലാന്റേഷൻ ജോലിയുണ്ട്. അതിന് പോകുന്നതിനിടയിലാണ് വയോധികയ്ക്ക് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. മുത്തേടം പാലംകുളത്തെ സൈനബ 62 വയസ്സാണ്. അവർക്കാണ് പരിക്കേറ്റുള്ളത്. അവരുടെ വാര്യനാണ് പരിക്ക് വെച്ചിട്ടുള്ളത്. അവരിപ്പോൾ കോഴിക്കോട് മുക്കത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളമായി കാട്ടാനയുടെ ശല്യമുണ്ട് എന്ന് നാട്ടുകാർ നിരന്തരം പരാതി പറയുന്ന ഒരു സ്ഥലമാണ്. ഇതിനിടയിലാണ് ജോലിക്ക് പോകുന്നതിനിടെ ചീനിക്കുന്ന് ഭാഗത്തു നിന്ന് കാട്ടിലേക്ക് പ്രവേശിച്ച് ഏതാനും മീറ്ററുകൾക്കപ്പുറമാണ് ഇത്തരത്തിലൊരു അക്രമം നടന്നിയത് എന്നാണ് പറയുന്നത്. ഇവരുടെ കൂടെ മറ്റ് തൊഴിലാളികളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കാട്ടാന വരുന്നത് കണ്ട് ബാക്കിയുള്ള ആളുകൾ ചിതറി ഓടുകയായിരുന്നു. എന്നാൽ സൈനബയ്ക്ക് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഈ കാട്ടാനയിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു അക്രമം ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള കാട്ടാനയുടെ ശല്യം നിരന്തരമായിട്ടുണ്ടാവുന്ന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലേക്ക് എത്തുന്ന കാട്ടാന ശല്യത്തിന് മൂലം പൊറുതിമുട്ടിയിട്ടാണ് ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ കഴിയുന്നത് എന്നുള്ളതാണ് അതിനൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. പ്രജിത്ത്, ശരി. ഗോകുൽ കെ വേണുഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്നും. നേരത്തെ റിപ്പോർട്ടിലേക്കാണ്. കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എന്ന വാർത്ത ഇന്ന് ഉച്ചയോടെ പുറത്തു വന്നു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വെള്ളാഞ്ചേരി സ്വദേശി രാജുവിനാണ് ജീവൻ നഷ്ടമായത്. സംഭവത്തിൽ നാട്ടുകാരും CPIM പ്രവർത്തകരും പ്രതിഷേധിച്ചു. സ്ഥലത്തെത്തിയ MLA ഉഷാ വിജയനെ പ്രതിഷേധക്കാർ തടയുകയും ചെയ്തു. വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവത്വം തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. കാട്ടാനക്കലിയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് സംസ്ഥാനം. കലിയുടെ ഏറ്റവും ഒടുവിലത്തെ ഇര ഇങ്ങ് വയനാട് മാനന്തവാടിയിലും. വയനാട് തിരുനെല്ലിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ ഭീതി വിതച്ചത് മണിക്കൂറുകൾ. വിരളി പൂണ്ട കൊമ്പനു മുന്നിൽ ആക്രമണത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ടത് പ്രദേശവാസിയായ തോട്ടം തൊഴിലാളിക്ക്. ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ രാജുവിന് ദാരുണാന്ത്യം. അധികാരികളെത്താതെ രാജുവിന്റെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ലെന്ന് കുടുംബം നിലപാടെടുത്തു. പ്രതിഷേധിച്ചു. സംഭവം ആദ്യമായല്ലോ എന്ന് പ്രതിഷേധക്കാർ തടഞ്ഞ മാനന്തവാടി MLA ഉഷാ വിജയന്റെ പ്രതികരണം. താൻ മന്ത്രിയായിരുന്നപ്പോൾ വിമർശിച്ചവർക്ക് ഇപ്പോൾ മൗനമെന്ന് OR കേളുവിന്റെ വിമർശനം. ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവമല്ല ഇതിങ്ങനെ കുറെ കാലങ്ങളായിട്ട് സംഭവം ഉണ്ടല്ലോ. ഞാൻ MLA ആയ സമയത്ത് നിങ്ങൾ അന്ന് മന്ത്രി വരണം അല്ലേ, ജില്ലാ കലക്ടർ വരണം, CCF വരണം, കൺസ്യൂട്ടർ വരണം എന്നൊക്കെയല്ലേ അന്നത്തെ ഡിമാൻഡ്. ഞങ്ങളിപ്പോൾ അതന്നെയാണ് പറയുന്നത്. ചർച്ചയ്ക്കൊടുവിൽ രാജുവിന്റെ കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ആശ്രിതർക്ക് സ്ഥിരം ജോലിക്കുള്ള ശുപാർശ നൽകുമെന്ന് MLA പറഞ്ഞു. 10 ലക്ഷം രൂപ വനവകുപ്പിന്റെയും 4 ലക്ഷം രൂപ ഡിസാസ്റ്റർ മാനേജ്മെന്റിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 5 ലക്ഷം രൂപ നമ്മൾ സ്പോട്ടിൽ കൊടുക്കുന്നതിനും അവരുടെ കുടുംബത്തിലെ ആശ്രിതർക്ക് സ്ഥിരമായിട്ടുള്ള ജോലി നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യുകയും അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലും എന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കോഴിക്കോട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലയിലും ഇന്ന് കാട്ടാന ഇറങ്ങി. കാട്ടാന പേടിയിലാണ് നാട്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി സൃഷ്ടിക്കുന്ന നാശത്തിന് ഉത്തരവാദി ആരാണ്? മുൻകാലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും ഇത്തരം സംഭവങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ ഉത്തരം പറയേണ്ടത് പഴയ സർക്കാരോ പുതിയ സർക്കാരോ? ക്യാമറമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. സമാനതകളില്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ വിമതപക്ഷം കരുത്താർജിച്ചതോടെ സ്വന്തം പാർട്ടി പോലും മമതയ്ക്ക് നഷ്ടപ്പെട്ടേക്കും എന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സോണിയാഗാന്ധി മമതയെ കോൺഗ്രസിലേക്ക് തിരികെ ക്ഷണിച്ചിട്ടുണ്ട്. സോണിയയുടെ ക്ഷണം മമത സ്വീകരിക്കുമോ എന്നാണ് ഇനിയുള്ള ആകാംക്ഷ. ഡൽഹിയിൽ നിന്ന് ബലനടുങ്ങടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. മടങ്ങുമോ മമത?
രാഷ്ട്രീയത്തിലെ പെൺകരുത്തിന്റെ ഉത്തമ മാതൃക അതായിരുന്നു മമതാ ബാനർജി. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റ് മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പുറത്തു പോകും വരെ ഇന്ന് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയും നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന മമതയുടെ രാഷ്ട്രീയ ഭാവി പോലും ഇന്നൊരു ചോദ്യചിഹ്നമാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രസേനയും ചേർന്ന് തന്നിൽ നിന്നും അധികാരം തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് ഇന്ത്യ സഖ്യയോഗത്തിൽ മമതാ ബാനർജി പറഞ്ഞത്. മമത ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ തോൽവി. നന്ദിഗ്രാമും സിംഗൂറും മൂലധനമാക്കി ഇടതുപക്ഷത്തിനെതിരെ തെരുവിൽ പോരാടി അധികാരം പിടിച്ചതാണ് മമത. പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ടും സീറ്റും വർദ്ധിപ്പിച്ച മമതയ്ക്ക് BJPയുടെ മുന്നിലാണ് അടിപതറിയത്. 3-2 ഭൂരിപക്ഷം BJP നേടിയെങ്കിലും മമത 41% വോട്ടുകൾ പിടിച്ചു. തോറ്റിട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല മമത. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് മുതൽ ഓരോ ചുവടിലും മമതയ്ക്ക് അടിപതറി. ശോഭൻ ദേബ് ചതോപാധ്യായയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതായി കാണിച്ചു നൽകിയ നിവേദനത്തിലുള്ളത് വ്യാജ ഒപ്പുകൾ എന്ന പരാതിയുമായി സന്ദീപൻ സഹ, ഋതബ്രത ബാനർജി എന്നിവർ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ സമീപിച്ചു. അന്വേഷണത്തിനായി മുഖ്യമന്ത്രി CID സംഘത്തെ ചുമതലപ്പെടുത്തി. തൊട്ടുപിന്നാലെ വിമതർ ഋതബ്രത ബാനർജിയെ നേതാവായി തെരഞ്ഞെടുത്തു. TMCയുടെ 80-60ഓളം MLA-മാർ വിമതപക്ഷത്ത്. പുനഃസംഘടനയിലൂടെ പാർട്ടി തിരിച്ചുപിടിക്കാൻ മമത ശ്രമം നടത്തിയെങ്കിലും ഗുണമുണ്ടായില്ല. 28 ലോക്സഭാംഗങ്ങളിൽ 20 പേരും വിമതപക്ഷത്തെത്തി. കകോലി ഘോഷ് ദസ്തിദാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ബ്ലോക്കായി മാറാനും NDAയെ പിന്തുണയ്ക്കാനും തീരുമാനിച്ചതായി വിമതർ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകി. കൂടുതൽ പേർ വിമത ക്യാമ്പിലേക്ക് ചേക്കേറുകയാണ്. രാജ്യസഭയിലെ 13-ൽ സുകേന്ദു ശേഖർ റോയ്, സുസ്മിത ദേവ് എന്നീ 2 പേർ രാജിവെച്ചു കഴിഞ്ഞു. വിമതപക്ഷത്തേക്ക് നീങ്ങുന്നവർ പഴി പറയുന്നത് അനന്തരവൻ അഭിഷേക് ബാനർജിയെയെങ്കിലും കരുക്കൾ നീക്കുന്നത് BJP ആണെന്ന് മമത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അഭിഷേകിനെ കൈവിടാൻ മമത തയ്യാറല്ല. നിലവിൽ കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വാസത്തിലെടുക്കാൻ മമതയ്ക്ക് കഴിയുന്നില്ല. മഹാരാഷ്ട്രയിലെ NCPയുടെയും ശിവസേനയുടെയും വിധിയാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെയും തേടിയെത്തിയിരിക്കുന്നത്. ഭരണവും പാർട്ടിയും നഷ്ടപ്പെട്ട മമതയ്ക്ക് ഇന്ത്യ സഖ്യമാണ് ഇനി ഏക കച്ചിത്തുരുമ്പ്. കൂടിക്കാഴ്ചയ്ക്കെത്തിയ മമതയെ സോണിയാഗാന്ധി കോൺഗ്രസിലേക്ക് ക്ഷണിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. മമതയോ അഭിഷേകോ ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഒരിക്കൽ ഭരണത്തിൽ നിന്നും തൂത്തെറിയപ്പെട്ട പാർട്ടികളൊന്നും പിന്നീട് മടങ്ങിയെത്തിയ ചരിത്രം ബംഗാളിൽ ഇതുവരെയില്ല. 29 വർഷങ്ങൾക്ക് ശേഷം മമതാ ബാനർജി കോൺഗ്രസിലേക്ക് മടങ്ങി വരുമോ? അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ സാഹസത്തിനു കൂടി മമത തയ്യാറെടുക്കുമോ? അവശേഷിക്കുന്നത് നിരവധി ചോദ്യങ്ങളാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.